ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു. നമ്മൾ ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവസാനം നമ്മുടെ ലോഡ് ഓഫർ വന്നു. അപ്പം ലോഡ് ഓഫർ എന്ന് പറയുമ്പോൾ പെൻസിൽവാനിയ എന്ന് തന്നെയാണ്. ഇവിടുന്ന് ഒരു 2.25 മണിക്കൂർ ബ്രൂക്ക്വിൽ പെൻസിൽവാനിയ ഒരു വെയർ ഹൗസിൽ നിന്നാണ് വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഞാൻ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 2.25 മണിക്കൂറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2.5 മണിക്കൂർ ഓടിക്കും. രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് അപ്പോയിൻമെൻറ്റ്. അതിൻ്റെ ഉള്ളിൽ പോയി എടുത്താൽ മതി. എന്നിട്ട് ഈ ലോഡ് പിക്ക് ചെയ്തിട്ട് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസറിലോട്ട് തന്നെയാണ് വരുന്നത്. ഇത് വിൻസറിലോട്ട് തന്നെയുള്ള ലോഡാണ്. അപ്പോൾ അറിയില്ല ഫോർട്ട് ഏരിയ ആണോ ക്രോസ് ചെയ്യുന്നത് അതോ നമ്മൾ മറ്റേ നമ്മുടെ വിൻസർ ബോർഡറാണോ ക്രോസ് ചെയ്യുന്നതെന്ന്. എന്തായാലും നമുക്ക് ആദ്യം പോയി ലോഡ് പിക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ നമുക്കിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. അപ്പം ഇതാണ് ആ വെയർ ഹൗസ്. ഇതൊരു ട്രക്കിംഗ് കമ്പനിയും വെയർ ഹൗസും കൂടെ ഒരുമിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡോക്ക് നമ്പർ 16 ഇടാൻ. ഇപ്പം ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ കൊണ്ടായിരുന്ന ആ ഗ്ലാസിൻ്റെ ലോഡ് തന്നെയാണെന്ന് തോന്നുന്നു. അതിപ്പോൾ ഇവിടുത്തെ ഇവിടെ നിന്ന് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് കൊണ്ടായിരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഡോക്കിലിടാം. അപ്പം നമ്മൾ അവർ പറഞ്ഞ ഡോക്കിലിട്ടു. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. കമ്പനിയിൽ നിന്ന് ഇതിപ്പോൾ ഏത് ബോർഡർ വഴിയാണോ ക്രോസ് ചെയ്യുന്നത്? ഫോർട്ട് ഏരിയ ആണോ അതോ നമ്മുടെ ഡിട്രോയിറ്റ് ആണോ? അതിന് കമ്പനി ഒന്ന് ചോദിച്ചു നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ട്രെയിലർ ഇടുന്ന യാർഡ് പുറകിലാണെന്ന് തോന്നുന്നു. പിന്നെ ആ മുമ്പിൽ കാണുന്നത് അവരുടെ വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. വർക്ക്ഷോപ്പ് പണിയൊക്കെ എടുക്കാനുള്ള വണ്ടികളുടെ. അപ്പം ഇവർ ഇവിടെ വെയർ ഹൗസിങ്ങും ഉണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഗ്ലാസിൻ്റെ ലോഡ് കൊണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ആമസ്ബർഗിലോട്ട് പോകുന്ന ലോഡാണെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ക്യൂബക്കിൽ നിന്ന് എടുക്കുന്ന ഗ്ലാസിൻ്റെ ലോഡ്. അപ്പം അങ്ങോട്ട് ചിലപ്പം എക്സ്ട്രാ ലോഡ് ആവശ്യം വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്നൊക്കെ അവർ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടായിരുന്ന ലോഡാണ് ഇത്. ആദ്യമായിട്ടാണ് ഞാൻ ഗ്ലാസിൻ്റെ ലോഡും കൊണ്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തായാലും നമുക്ക് നോക്കാമല്ലോ. ഞാൻ ഒന്ന് പുറകിൽ പോയി നോക്കട്ടെ, എല്ലാം കറക്റ്റായിട്ടാണോ ലെവലായിട്ടാണോ ഇതായിരിക്കുന്നതെന്ന്. A few moments later. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ലോഡിങ് എല്ലാം കഴിഞ്ഞ് പേപ്പർ വർക്കൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 5 മണിക്കൂറാണ് യാർഡ് വരെ ഉള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം 36,000 അവർ പറയുന്നത്. പക്ഷേ അവർ പുറകിലത്തെ ആക്സിൽ വരെ ഫുള്ള് ലോഡ് ചെയ്തിട്ടില്ല. അപ്പം സാധാരണ ഒരു 24 വാൾട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ട്രെയിലർ ഫുള്ളാവുന്നത്. ഇവർ 21 വാൾട്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ കുറേ ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തൊന്ന് കൺഫേം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ലൗസിലെത്തി. നമ്മൾ ആ പിക്ക് ചെയ്ത ആ ലൊക്കേഷൻ്റെ ആ സെയിം എക്സിറ്റിൽ തന്നെ വേറൊരു ലൗസ് ഉണ്ടായിരുന്നു. ആ ലൗസിലെത്തി. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മളൊന്ന് വീലൊന്ന് മീൻസ് ട്രെയിലറിൻ്റെ ടാൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അതൊക്കെ ചെയ്ത് സെറ്റായി. അപ്പോൾ നമ്മളിങ്ങനെ ക്യാറ്റ് സ്കെയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാറ്റ് സ്കെയിലാണ്. അപ്പോൾ ഒരുവിധം ട്രക്ക് സ്റ്റോപ്പുകളിലെല്ലാം ക്യാറ്റ് സ്കെയിലാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിക്ക് ക്യാറ്റ് സ്കെയിലിൻ്റെ കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ലോഗിനും പാസ്വേഡൊക്കെ ഉണ്ട് ഓരോ ഡ്രൈവർമാർക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ മുമ്പിൽ കാണുന്ന ക്യാറ്റ് സ്കെയിലിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി കയറ്റി നിർത്തണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ആപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടിക്കോളും. ഓരോ ടയറിൽ എത്ര മീൻസ് ഓരോ ആക്സിലും എത്ര വെയിറ്റ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ആപ്പ് ഉപയോഗിക്കാത്തവർക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു മറ്റേ മീറ്ററിൽ നമുക്ക് അവിടെ ഒരു കോൾ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അകത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവർ അവിടുന്ന് സാധനം സ്കെയിൽ വഴി വെയിറ്റ് ചെക്ക് ചെയ്തോളും. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് പിന്നെ ആ സ്ലിപ്പ് മേടിച്ചാൽ മതി.
ഇപ്പം നമുക്ക് നമ്മുടെ കമ്പനിക്ക് ടൈപ്പ് ഉള്ളതുകൊണ്ട് നേരെ നമ്മുടെ ആപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്ക് ആപ്പിൽ തന്നെ നമുക്ക് എല്ലാ വെയിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമ്മൾ അകത്ത് പോയി മേടിക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് നമുക്ക് ഹാർഡ് കോപ്പി വേണമെങ്കിൽ നമ്മളകത്ത് പോയി മേടിച്ചാൽ മതി. അപ്പം നമ്മളിപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്പിൽ. അതിപ്പോൾ വലിയ അധിക സമയമൊന്നും പിടിക്കില്ല. ഏകദേശം ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് ചെക്കായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വീഡിയോ പിടിച്ച പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് രാത്രിയായി. പിന്നെ അധികം വീഡിയോ ഒന്നും പിടിച്ചില്ല, നല്ല തലവേദനയായിരുന്നു. പിന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കടന്നു. നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേനും ഇവിടെ യാർഡിലെത്തി. ട്രെയിലറൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ വണ്ടിയിൽ തന്നെയാണ് കടന്നത് ഇന്നലെ. അപ്പം എന്നിട്ട് രാവിലെ 8:30ക്കാണ് നമ്മൾ അവൈലബിലിറ്റി കൊടുത്തത്. പക്ഷേ ഒരു 8:15 ആയപ്പോൾ വിളിച്ചിട്ട് 10 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം ഗ്രാൻഡ് റാപ്പിഡ് മിഷിഗൻ എന്ന് പറഞ്ഞൊരു ട്രിപ്പാണ്. ഇവിടെ നിന്ന് 3 മണിക്കൂർ ദൂരെയുള്ള, അതും ലോക്കൽ ട്രിപ്പാണ്. ഈ ആഴ്ച മൊത്തത്തിൽ ടോട്ടൽ സോങ്ങാണ്. അപ്പം അതിന് 10 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ റെഡിയായിട്ട് 9:15 ആയപ്പോൾ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു ആ ഓട്ടത്തിൻ്റെ കൂട്ടത്തിൽ ആ ഓട്ടം സെറ്റാക്കുന്നേ ഉള്ളൂ. ആ ഓട്ടത്തിൻ്റെ കൂട്ടത്തിൽ വേറൊരു സ്റ്റോപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയി കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരൊരു 10:15 ആയപ്പോൾ വിളിച്ചു. അപ്പോൾ നമ്മൾ വന്ന് ട്രെയിലർ ഇപ്പോൾ ഹുക്ക് ചെയ്തു. അപ്പോൾ ട്രെയിലർ ഹുക്ക് ചെയ്തപ്പോൾ ഒരു ലൈറ്റ് വർക്ക് ആവുന്നില്ലായിരുന്നു. അതിപ്പം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കട്ടെ ആദ്യം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ലോഡൊക്കെ പിക്ക് ചെയ്ത് ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ മറ്റേ ഇങ്ങനെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ട്രെയിലർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ റീഫർ ട്രെയിലറാണ്. റീഫർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പ്രൊഡ്യൂസ് ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന ഫ്രീസറുള്ള ടൈപ്പ് ട്രെയിലറാണ്. ആക്ച്വലി അതിൻ്റെ കാര്യമില്ല. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഡ്രൈവ് ആൻഡ് ട്രിപ്പുകൾ എടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 3 നമ്മുടെ റീഫർ ട്രെയിലറുണ്ട്. അതങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് ഈ കെമിക്കലൊക്കെ കൊണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ മാൻഡേറ്ററി ആയിട്ട് പറയലുണ്ട്. ചിലപ്പോൾ ഈ പെയിൻറ്റൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ അതിന് ടെമ്പറേച്ചർ പറയലുണ്ട്. അപ്പോൾ അങ്ങനെ എമർജൻസി സമയത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ട്രെയിലർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഓട്ടം ഇല്ലാത്ത സമയത്ത് യൂഷ്വലി റീഫർ ഓഫാക്കിയിട്ട് നമ്മൾ നമ്മുടെ നോർമൽ ട്രെയിലറായിട്ട് അങ്ങനെ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരുന്നു തോന്നുന്നു ഫ്രീ ആയിട്ട് ഡോക്കിൽ കിടന്നത്. അപ്പോൾ പിന്നെ അവർ അതിൻ്റെ അകത്താണ് ലോഡ് ചെയ്ത് സെറ്റാക്കി തന്നത്. അപ്പോൾ നമ്മൾ ആ ട്രെയിലറാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ആ ട്രെയിലറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ്. അതിൽ എല്ലാ ലൈറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് വർക്കാകുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ വർക്ക്ഷോപ്പിൽ പോയി പറഞ്ഞ് അവർ പുതിയ ലൈറ്റ് കൊണ്ടുവന്ന് സാധനം അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തു. അപ്പം അവിടുന്ന് ഓക്കെ ആയി. നമ്മൾ അവിടുന്ന് വിട്ടു. നമ്മളിങ്ങനെ 96 കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് 2 ഡെലിവറിയാണ് വരുന്നത്. ഒന്ന് ഹെല്ലിസേൽ മിഷിഗൺ, രണ്ടാമത്തെ ഗ്രാൻഡ് റാപ്പിഡ് മിഷിഗൺ. അപ്പോൾ ആദ്യം അവർ ഒരു ലൊക്കേഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ഒന്നും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ പിന്നെ അത് രണ്ടാമത് ആഡ് ചെയ്യുന്ന പോകുന്ന വഴിക്ക് തന്നെയാണ് വരുന്നത്. എക്സ്ട്രാ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല, പോകുന്ന വഴിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ആദ്യം കൊണ്ട് അതൊരു ഡെലിവറി ചെയ്യണം, രണ്ടാമത് മറ്റേ ഗ്രാൻഡ് റാപ്പിഡ് ഡെലിവറി ചെയ്യണം. ആദ്യം കൊണ്ട് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ഫർണിച്ചറാണ്, ചെയറാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ഡെലിവറി ചെയ്യുന്നത് ഓട്ടോ പാർട്സാണ് വരുന്നത്. അപ്പം ഇത് 2 ഡെലിവറി ചെയ്യണം. മൊത്തം ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 3 മണിക്കൂറിൻ്റെ ഓട്ടമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷൻ വരെ എത്തുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിക്കൂറിൻ്റെ ഓട്ടമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഓട്ടം കുറച്ച് ശോകമാണ്. പിന്നെ വേറെ വഴിയില്ല. ഈ ആഴ്ച പൊതുവേ മൊത്തത്തിൽ ഓട്ടം കുറവാണ്. ഇപ്പോൾ എൻ്റെ വേറെ എല്ലാ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരന്മാർ വിളിച്ചപ്പോൾ പറയുകയാണ് അവന്മാരെ ഇന്ന് ഓട്ടമേ ഇല്ല, അവന്മാർക്ക് ഈ ആഴ്ച അവർ വിളിച്ചില്ല, ഓട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിലും വിളിക്കാമെന്നാണ് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച പൊതുവേ ഇൻഡസ്ട്രി ഇപ്പോൾ ഡൗൺ ആണ്. അതിന് പുറമെ ഇപ്പം ഇതും കുറച്ച് ടൈറ്റാണ്. ഇന്ന് ഈ ആഴ്ച കുറച്ച് അധികം ടൈറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, മാക്സിമം പറ്റുന്ന പോലെ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം.
അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ സമ്മർ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് വരുന്നത്. കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളാകുമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടന്ന കൺസ്ട്രക്ഷനിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷനിലെത്തി. ഫസ്റ്റ് ഡെലിവറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഡോക്കിലാണ് നമ്മൾ ഇടേണ്ടത്. ഇവിടെയാണെങ്കിൽ അധികം റൂമും ഇല്ല മുമ്പോട്ട്. ഇവിടെയൊക്കെ കുറച്ച് ട്രെയിലർ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് നോക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് ഇടിച്ച് കയറ്റാൻ നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് ബാക്ക് ഇടട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ ഒന്നും പറയണ്ട, ഇവിടെ വന്ന് പെട്ടുപോയി. നമ്മൾ ഈ വഴിയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. എന്നിട്ട് ഈ വഴിയിലേക്ക് പോയിട്ട് നമ്മൾ ബാക്ക് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ അമ്മ കുറച്ച് ട്രെയിലറൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ പാടറിയാൻ പറ്റും. ഞാൻ കുറേ പ്രാവശ്യം മുമ്പോട്ടും പുറകോട്ടൊക്കെ ആക്കിയിട്ട് കയറുന്നില്ല, അവരുടെ പുല്ലിൻ്റെ മുകളിലോട്ടൊക്കെ കയറി പോവാം. പിന്നെ അവസാനം വേറെ വഴിയില്ലാണ്ടിട്ട് ഞാൻ പിന്നെ നേരെ എടുത്ത് അവിടെ ഒരു മറ്റേ ടെന്നീസ് കോർട്ടുണ്ട്, അതിൻ്റെ പാർക്കിങ് മറ്റേ ഓപ്പൺ യാർഡ് പോലെ അതിൻ്റെ അകത്തേക്ക് കയറ്റി അവിടുന്ന് യു എടുത്ത് തിരിച്ച് ഇതിലേ തന്നെ വന്ന് നേരെ ഞാൻ അങ്ങോട്ട് ഫ്രണ്ട് കയറ്റി നേരെ ബാക്ക് ബ്ലൈൻഡ് ഇടുക ചെയ്തായി. അപ്പോഴത്തേനും കറക്റ്റായിട്ട് കയറി. വള്ളിയാണ് ഇതേപോലെ ഓരോ ലൊക്കേഷനിലോട്ട് വിട്ട് കഴിയുമ്പോഴാണ് മനുഷ്യന് പ്രാന്താവുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡോക്കിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ അൺലോഡ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല അടുത്ത ലൊക്കേഷനിലോട്ട്. എന്തായാലും നമുക്ക് നോക്കാം. 2000 years later. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡെലിവറി ലൊക്കേഷനിലെത്തി. ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിനും ഡെലിവറി ചെയ്യുന്ന ആൾ തന്നെ അവിടുന്ന് വേറെ ലോഡ് ട്രെയിലറിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. ഞാനും ഷോക്കായിപ്പോയി, ഇതെന്താ സംഭവം, ഇനി റൗണ്ട് ട്രിപ്പാണോ അല്ലയോ എന്ന്. പിന്നെ ഞാൻ കമ്പനി വിളിച്ച് വെച്ചപ്പോഴാണ് അവർ പറയുന്നത് റൗണ്ട് ട്രിപ്പാണ്, ഇവിടെ നിന്ന് തന്നെ അവരെ ലോഡ് കയറ്റി തരും, അത് വിൻസറിലെ നമ്മുടെ വെയർ ഹൗസിൻ്റെ ഡോക്കി കൊണ്ടുപോയിട്ടാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ ആ ലോഡ് പിക്ക് ചെയ്തു, പേപ്പർ വർക്കെല്ലാം അയച്ചു കൊടുത്തു. നമ്മളിനി തിരിച്ച് നമ്മുടെ കമ്പനിയിലോട്ട് പോവാണ്. സീലൊക്കെ ഇട്ടു, എല്ലാം വെരിഫൈ ചെയ്തു, വണ്ടിയെല്ലാം ഓക്കെയാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞു. വലിയ മെച്ചമൊന്നുമില്ല, പിന്നെ ഡെലിവറീൻ്റെ പിക്കപ്പിൻ്റെ ഒക്കെ പൈസ കിട്ടും അങ്ങനെ. അപ്പം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു ഓട്ടം എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിക്കൂറത്തെ ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെസ്റ്റ് ഏരിയ നിർത്തിയിരിക്കുകയാണ്. I-96 എന്നുവെച്ചാൽ ഇത് ലാസ്റ്റ് റെസ്റ്റ് ഏരിയ I-96 നമ്മൾ ബിഫോർ ബോർഡർ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ റെസ്റ്റ് ഏരിയയോ ട്രക്ക് സ്റ്റോപ്പ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് നിർത്തിയിരിക്കുകയാണ്. ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവണം. നമ്മുടെ ലോഡ് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ മെസ്സേജ് അയച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിപ്ലൈ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം
അതിൻ്റെ ഇടയ്ക്ക് ഞാനപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങിയ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെ എനിക്ക് റീഫർ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊന്ന് റീഫർ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിക്ക് അധികം റീഫർ ട്രെയിലറൊന്നുമില്ല. എമർജൻസി സമയത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഐ തിങ്ക് 3 or 4 എണ്ണക്കാണ്ടുള്ളത്. അതിൻ്റെ അകത്ത് ഒരെണ്ണമാണിത്. അപ്പം ഇതാണ് റീഫർ ട്രെയിലർ. അപ്പം ഇതാണ് റീഫർ വരുന്നത്. അപ്പം ഈ കൺട്രോളിൻ്റെ അകത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഓഫാണ്, കാരണം നമ്മൾ ആ എമർജൻസി സമയത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മുടെ നോർമൽ ട്രെയിലറായിട്ടാണ് നമ്മൾ റീഫർ ഓഫാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം അത് ഓണാക്കി കഴിയുമ്പോൾ അത്യാവശ്യം ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. സംഭവം എല്ലാം വർക്കാവുന്നതാണ്. അപ്പം ഈ റീഫറിന് സെപ്പറേറ്റ് തന്നെ എൻജിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, അത് വർക്കാവാനൊക്കെ. അപ്പം അതിൻ്റെ ഡീസൽ ടാങ്കാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഗേജ് നോക്കിയിട്ട് വേണം നമ്മൾ എണ്ണയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണ ഫില്ല് ചെയ്യാൻ വേണ്ടി. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ റീഫർ ട്രെയിലറിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലൈറ്റുകളുണ്ട്. അപ്പം രാത്രി പോകുന്ന സമയത്ത് നല്ല രസമാണ് കാണാൻ വേണ്ടി. കാരണം നമ്മുടെ വണ്ടിയുടെ മഞ്ഞ ലൈറ്റൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മുകളിലത്തെ മഞ്ഞ ലൈറ്റും പിന്നെ ഇവിടെ സൈഡിൽ കൂടെ ഉള്ള ലൈറ്റും അതും ഇതും എല്ലാം കത്തി അതിൻ്റെ കൂടത്തിൽ രാത്രിയിൽ ഈ ട്രെയിലറിൻ്റെ മുകളിലത്തെ ലൈറ്റും പിന്നെ ഈ സൈഡിൽ കൂടെ എല്ലാം ലൈറ്റാണ്. ഇതെല്ലാം കത്തി ഹൈവേ കൂടെ പോകുമ്പോഴത്തെ നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പം അതാണ് നമുക്ക് റീഫറിനെ പറ്റിയുള്ളത്. പിന്നെ ഇത് നന്നായിട്ട് സീൽഡാണ്, കാരണം അകത്ത് നമ്മുടെ നോർമൽ ട്രെയിലർ പോലെയല്ല, നന്നായിട്ട് സീൽഡാണ്. അടിയിലിങ്ങനെ നമ്മുടെ ഒരുമാതിരി ഗ്രൂവ് പോലെയാണ് ഫ്ലോർ വെച്ചിരിക്കുന്നത് മെറ്റലിൻ്റെ. മറ്റേതിൻ്റെ നമ്മുടെ നോർമൽ ട്രെയിലറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വുഡ് വെച്ചിട്ടുള്ള ഫ്ലോറാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മെറ്റൽ വെച്ചിട്ടുള്ള ഫ്ലോറാണ് വരുന്നത്. പിന്നെ അകത്ത് മൊത്തം സീൽഡാണ്, കാരണം തണുപ്പൊന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സീൽഡാണ്. അതുകൊണ്ട് നമ്മുടെ ഡോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനേക്കാളും ഭയങ്കര തിക്കാണ്. അപ്പോൾ നമുക്ക് അടയ്ക്കാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും അത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റീഫറിനെ പറ്റി. ഇപ്പോൾ അത് റീഫർ ഓഫാണ്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ റീഫർ ഓണാക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡോക്കിലല്ല നമ്മൾ യാർഡിലെത്തി. എന്നിട്ട് നമ്മുടെ ട്രക്ക് നമ്മൾ ഡോക്കിലിട്ടു. അപ്പം ഇനി നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് അകത്ത് പേപ്പർ കൊണ്ടായി കൊടുക്കാം. പക്ഷേ ഡിസ്കണക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരിക്കുമെന്ന്. അപ്പം അതൊന്ന് കാണിച്ചു തരാം. നല്ല ഇപ്പം ഫുള്ളായിട്ട് ഇരുട്ടായില്ല, എന്നാലും അത്യാവശ്യം ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ലൈറ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഇത് രാത്രിയിലാണെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഭംഗിയായിട്ട് കണ്ടുവന്നിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടമെല്ലാം കഴിഞ്ഞു. തിരിച്ച് കമ്പനിയിലെത്തി. നമ്മൾ പേപ്പറൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണിക്കത്തെ അവൈലബിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ പോകണോ ഇവിടെ ഇരിക്കണോ എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ തന്നെ കടന്നേക്കാന്ന് തോന്നുന്നു. അതാകുമ്പോൾ പിന്നെ രാവിലെ പിന്നെ വലിയ തിരക്ക് പിടിച്ച് ഓടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടി വി ഒക്കെ ഓണാക്കി അവിടെ ഇരിക്കുകയുള്ളൂ. ഇവിടെയാണെങ്കിലും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഇവിടുന്ന് ഫുഡ് അതും ഇതൊക്കെ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണം. വണ്ടി ഓഫാക്കിയിട്ട് പോകണ്ടേ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഫ്രിഡ്ജ് കുറച്ച് കഴിയുമ്പോഴത്തേന് വർക്കാവുകയില്ല, മീൻസ് ഓഫായി പോകും. പിന്നെ ഫുഡ് ചിലപ്പോൾ കേടായി പോകും. ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകണം. എല്ലാം വള്ളിയാണ്. അതിൽ നല്ല ഇവിടെ കിടക്കാമെന്ന് തോന്നുന്നു. അതാകുമ്പോൾ പിന്നെ ഇവിടുന്ന് ഫുഡും കഴിച്ച് കുറച്ച് നേരം ഫോണിലും ഇരുന്ന് പിന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിന് മുമ്പേ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ നാളെ രാവിലെ അവർ പറഞ്ഞ പാടെ ഒന്ന് എണീറ്റ് ഫ്രഷായിട്ട് നമുക്ക് പോവുകയും ചെയ്യാം.
അപ്പോൾ അതാണ് ഞാനിപ്പം എനിക്കും ഇപ്പോൾ അതാണ് ഒരു മൈൻഡ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഞാൻ കിടക്കാമെന്നുള്ള ഒരു മൈൻഡാണ് ഇരിക്കുന്നത്. പിന്നെ നാളെ രാവിലെ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് എന്താണെന്ന് അറിയില്ല. ഓട്ടം ഇങ്ങനെ മൊത്തത്തിൽ കുറവായതുകൊണ്ട് ഇപ്പോൾ 2 ട്രിപ്പും കിട്ടിയ ലോക്കൽ ട്രിപ്പാണ്. എന്തായാലും നോക്കാം, അവരെന്തെങ്കിലും തരുമായിരിക്കും. ഇനിയിപ്പം അധികം വലിയ ലോങ് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. നോക്കാം. നമുക്കിപ്പം നമ്മുടെ പള്ളി വക ഒരു പരിപാടിയുണ്ട് ശനിയാഴ്ച. അപ്പോൾ നമുക്ക് അതിന് പോകാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, ശനിയാഴ്ച എന്തായാലും പോകാൻ പറ്റും, നമ്മൾ ഞായറാഴ്ച തുടങ്ങിയല്ലേ. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച കൊണ്ട് തീരുവാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം തീരുന്നെങ്കിൽ പിന്നെ തിങ്കളാഴ്ച തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് ഉള്ള ഫുഡൊക്കെ ചൂടാക്കി കഴിച്ച് കിടക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നാളെ രാവിലെ കാണാം. ഇനി അടുത്ത ട്രിപ്പ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് പറയാൻ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.